ഏതായാലും സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് SLK. ഇതാണ് ഫാനിസം. നമ്മള് യൂറോപ്യൻ ക്ലബ്ബുകളുടെ കളി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ISL ഒക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഓരോ ക്ലബ്ബുകൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഫാൻസ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ISL പോലും വളരെ ചുരുക്കം ടീമുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന പോലെ നല്ലൊരു ഫാൻ ബേസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ പഴയ ഹൈദരാബാദ് FC സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ ഹൈദരാബാദൊക്കെ കുറെ കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഹൈദരാബാദ് FC ക്കുന്ന ഫാൻസേ ഇല്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊക്കെ കയറി കളി കാണും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ അവിടെ ഒരു ഫാൻ സ്പേസോ പരിപാടി അങ്ങനെ ഒന്നും ഇല്ലാത്തത്, ഒരു രീതിയിലുള്ള ലാഭകരം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഹൈദരാബാദ് FC ഒക്കെ എന്താ സ്ഥലം മാറി ഡൽഹിയിലേക്ക് മാറിയിരിക്കുന്നു. അതേപോലെ പല ക്ലബ്ബുകളുടെ കേസത്തിൽ ഇവിടെ ആകെ ഒരു ക്വാളിറ്റി ഫാൻ ബേസുകൾ ഉള്ളത് ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ മോഹൻ ബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗളൂരു, നമ്മുടെ ബാംഗ്ലൂർ FC യുടെ ഫാൻസ്, ഇങ്ങനെയൊക്കെയാണ്. ബാക്കി എല്ലാവരുടെയും ഫാൻസ് ബേസ് ഒക്കെ എത്രത്തോളം കൾച്ചറിലാണ്, ആ ഒരു പക്ക കൾച്ചറിലാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. കാരണം അത്ര വലിയ സംഭവമൊന്നും ഇല്ല. പിന്നെ ചെന്നൈയിൻ FC യുടെ കുറച്ച് ഫാൻസും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ എന്തായാലും ഇല്ല. SLK ഉള്ളതുപോലെ ISL ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ അത് അങ്ങനെയല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ കേസ് കുറച്ചുകൂടി മുകളിലാണ്. അത് വേറൊരു കൾച്ചറാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. മഞ്ഞപ്പട എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ആ ഒരു SLK പെർഫെക്റ്റ് ആണ് കേട്ടോ. ആ ഒരു കൾച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഈ SLK ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ ഫാൻ ബേസ്, ഫാൻസ് കൾച്ചർ. അത് യൂറോപ്യൻ ക്ലബ്ബുകളിലൊക്കെ ഉള്ളതുപോലെ, യൂറോപ്യൻ ലീഗുകൾ ഉള്ളതുപോലെ കേരളത്തിനുണ്ട്, നമുക്കതുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം. നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.